ഹായ് ഫ്രണ്ട്സ്, ഇന്നെൻ്റെ കൂടെയുള്ള നമ്മുടെ സിട്രോണിൻ്റെ ബസാൾട്ട് എന്ന് പറഞ്ഞൊരു വാഹനമാണ്. ഒരു 6 മാസമായിട്ട് എല്ലാവരും ഈ ഒരു വാഹനം കണ്ടിട്ടുള്ളതും കൂടിയാണ്. പക്ഷേ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഇതിൻ്റെ ഡിസ്കൗണ്ടും പിന്നെ അതിൻ്റെ ഒരു ഓഫർ കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. മെയിനായിട്ട് ഈ വാഹനത്തിൻ്റെ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് നമ്മൾ സംസാരിക്കും. എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്തൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ. സസ്പെൻഷനാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പറയാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി രേച്ചസ് കാക്കാസിലേക്ക് സ്വാഗതം. ഈ വാഹനത്തിനെ ഒന്നും കൂടി നമുക്ക് പരിചയപ്പെടുത്താം. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയിക്കുമെങ്കിലും നമ്മുടെ ഫസ്റ്റ് ഗ്രില്ല് കാര്യങ്ങൾ നമുക്ക് പറയാം. നമ്മുടെ C3യുടെ ആ ഒരു പാറ്റേൺ പോലെ തന്നെയാണ് അതിൻ്റെ ഗ്രില്ല് കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ നമുക്ക് ഹെഡ് ലാമ്പ് യൂണിറ്റ് വരുന്നത് നമുക്ക് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് യൂണിറ്റാണ് നമുക്കിതിൽ വരുന്നത്. DRL ലൈറ്റ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് നമുക്കൊരു ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഒരു സ്കേർട്ടിങ് പോലത്തെ ഒരു ഭാഗം, ഒരു ഗ്രേ കളറിലുള്ളൊരു സ്കേർട്ടിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ താഴെ വരുന്നത്. അത്യാവശ്യം നമുക്കൊരു എയർ ഡാം പോലത്തെ ഒരു ഭാഗവും നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഭാഗങ്ങളെന്ന് പറയാനായിട്ട്. ഇതിൻ്റെ മെയിനായിട്ട് എടുത്ത് പറയേണ്ടതിൻ്റെ സൈഡ് ലുക്കാണ് നമുക്കിതിൽ പറയേണ്ടത്. സൈഡ് ലുക്കാണ് ഒരു കൂപ്പേ ഡിസൈൻ. എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഒരുപാട് കൂപ്പേ ഡിസൈൻസ് വന്നിട്ടുള്ളൊരു ടാറ്റ കേവ് വന്നിട്ടുണ്ട്, പിന്നെ B6 വന്നിട്ടുണ്ട്. അതൊക്കെ ഇലക്ട്രിക്കും ഉണ്ട്. കേവ് വരുമ്പോൾ നമുക്ക് പെട്രോളും ഇലക്ട്രിക്കും കൂടിയാണ് വരുന്നത്. നമുക്ക് പക്ഷേ ബസാൾട്ട് വരുന്നത് നമുക്ക് എല്ലാം പെട്രോൾ എഞ്ചിനിലാണ് വരുന്നത്. 1.2 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. ടയർ സൈസ് വരുന്നത് 16 ഇഞ്ചിൻ്റെ ടയർ സൈസാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു വീൽ ആർച്ച് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡയമണ്ട് കട്ടുള്ളൊരു ഡ്യുവൽ ടോണുള്ളൊരു അലോയ്സാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഡ്യുവൽ ടോണാണ് ഈ ഒരു വാഹനം വരുന്നത്. മാക്സ് എന്ന് പറയുന്ന ബസാൾട്ട് മാക്സ് ടോപ്പ് എൻഡ് വേരിയൻ്റാണ് മാനുവൽ. അതിൽ നമുക്ക് വരുമ്പോൾ ബോഡി കളേർഡ് ആയിട്ടുള്ള മിറർ നമുക്കിതിൽ കൊടുത്തിട്ടുള്ളൂ. ടേണിംഗ് ഇൻഡിക്കേറ്റർ നമുക്കിതിൽ വരുന്നതാണ്. ഡോർ ഹാൻഡിൽ വരുന്നത് നമുക്ക് നോർമൽ വാഹനങ്ങൾക്ക് വരുന്ന പോലെ തന്നെയുള്ള ഡോർ ഹാൻഡിലാണ് ഈ ഒരു ഭാഗം കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു കേവാണ് ഏറ്റവും എടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു സ്പോട്ടി ലുക്കാണ്. എനിക്ക് ഈ ഒരു എന്താ പറയുക ബസാൾട്ടിൻ്റെ ഈ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ലുക്ക്. ഒരു ടെയിൽ ലൈറ്റാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ തൊട്ട് മേലെയായിട്ട് നമുക്ക് ഷാർഫിൻ ആൻറ്റിന വരുന്നുണ്ട്. ഡീഫോഗർ നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. സിട്രോണിൻ്റെ ബാഡ്ജിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ പ്യുവർ ടെക് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബസാൾട്ട് എന്ന് പറഞ്ഞ ബാഡ്ജിങ് വരുന്നുണ്ട്. നമുക്കൊരു നോർമൽ ക്യാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. സെൻസേഴ്സാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഗ്രേ കളറുള്ളൊരു സ്കേർട്ടിങ് നമുക്കിതിൽ വരുന്നതാണ്. ബൂട്ട് സ്പേസ് എത്രയാണ് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല വിശാലമായ ഒരു ബൂട്ട് സ്പേസാണ് വരുന്നത്. നമുക്ക് 470 ലിറ്ററാണ് ഈ ഒരു ബൂട്ട് സ്പേസ് വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു സ്പെയർ വീലും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ബസാൾട്ടിൻ്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. ഇൻറ്റീരിയർ ആണ് ഈ കാണുന്നത്. ഫുൾ വൈറ്റ് ഫിനിഷിംഗ് ആണ് നമുക്കിതിൽ വരുന്നത്. നമുക്കൊരു ഡാഷ്ബോർഡിലേക്ക് പോകുമ്പോൾ ഇവിടെയും ഒരു പാറ്റേൺ പോലത്തെ ഒരു ഭാഗം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഫിനിഷിങ്ങിലുള്ളൊരു AC വെൻസ് ആണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. സിട്രോണിൻ്റെ ആ ഒരു ലോഗോ ഫിനിഷിങ്ങിലുള്ളൊരു എലമെൻ്റ് ആണ് ഈ ഒരു ഭാഗത്ത് നമുക്കിതിൽ വരുന്നത്. 10.25-ൻ്റെ ഒരു ഇൻഫോ ടൈം സിസ്റ്റം നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ പോലത്തെ നാവിഗേഷൻ, എല്ലാ രീതിയിലുള്ള ഒരു ഇൻഫോർമേഷൻസ് കാര്യങ്ങൾ നമുക്ക് ഈ ഇൻഫോ ടൈം സിസ്റ്റത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ AC ഓട്ടോമാറ്റിക് കൺട്രോൾ നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് നമുക്കിതിൽ കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിന്നെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോയിൻ്റ് വരുന്നുണ്ട്. 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് നമുക്ക് ഈ ഒരു വാഹനം മാനുവൽ വരുന്നത്. നോർമൽ ഹാൻഡ് ബ്രേക്കാണ് നമുക്കിതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയും ഒരു സ്പേസ് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലെതർ സീറ്റാണ് ഈ ഒരു വാഹനം കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കംഫർട്ടാണ് ഈ ഒരു സീറ്റ് വരുന്നത്. 6 സ്പീക്കേഴ്സും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു മ്യൂസിക് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ എടുത്ത് പറയേണ്ടതായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഡോർ പാനലിലേക്ക് പോകുമ്പോഴും അവിടെ നല്ലൊരു പിയാനോ ഫിനിഷിങ്ങുള്ളൊരു ഭാഗവും ഒരു വൈറ്റ് ഫിനിഷിങ്ങുള്ളൊരു ഭാഗവും അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കളർ കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ഡ്രൈവ് വാഹനമാണ്, അപ്പോൾ കുറച്ച് അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി നേരെ നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. 3 സ്പോക്കിൻ്റെ സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. നമുക്ക് ഇതിൽ 2 ബട്ടൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വോളിയം കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൽ മെനു ഇതൊക്കെ നമുക്കിതിൽ തന്നെ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നമുക്കിതിൽ തന്നെ കൺട്രോൾ ചെയ്യാവുന്ന ഉള്ളൊരു സ്വിച്ചസാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ചെറിയൊരു ഡിജിറ്റൽ
മീറ്റർ കൺസോളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ഗ്രിപ്പുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ടതായിട്ടുള്ളത്. ഒരു ഡ്രൈവ് എന്ന് പറയുമ്പോൾ തന്നെ നല്ല സ്മൂത്ത് ഡ്രൈവും കാര്യങ്ങളും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ബാക്ക് സീറ്റ് റോയിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷെ നല്ല വലിയൊരു ലെഗ് സ്പേസ് തന്നെ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു AC വെൻറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 2 ചാർജിങ് പോയിന്റുകൾ നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു ലെതർ സീറ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. 2 ഹെഡ് റെസ്റ്റുകളാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ആംറെസ്റ്റ് നമുക്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഒരു ലക്ഷറി ഫീല് നമുക്ക് ഈ ഒരു വാഹനം ബസാൾട്ട് നമുക്ക് തരുന്നുണ്ട് എന്നാണ് മെയിനായിട്ട് എനിക്ക് എടുത്ത് പറയേണ്ടതായിട്ടുള്ളത്. കംഫർട്ട് ഒരു രക്ഷയില്ല. ഞാൻ എപ്പോഴും പറയണ ഇത് എല്ലായിടത്തും പറയണ ഡ്രൈവ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ സീറ്റിൽ ബാക്ക് സീറ്റിലും ബാക്ക് റോയിൽ ഇരുന്നും നോക്കുക. നമ്മൾ ആ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഫീല് നമുക്ക് മനസ്സിലാവുന്നതാണ്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ഒരു ടച്ചുള്ളൊരു വാഹനം കൂടിയാണ് നമ്മുടെ ഈ ബസാൾട്ട് എന്ന് പറയുന്നത്, സിട്രോൺ എന്ന് പറയുന്നത്. സിട്രോൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് എടുക്കണോ വേണ്ടേ എന്നുള്ളൊരു സംശയത്തിലാണ്. പക്ഷേ സിട്രോൺ അറിയുന്നവർക്ക് സിട്രോൺ അടിപൊളിയാണ്. സിട്രോൺ എന്ന് പറയുന്നൊരു ബ്രാൻഡ് എല്ലാവർക്കും അറിയാം, അത്യാവശ്യം നല്ലൊരു ബ്രാൻഡാണെന്ന്. പക്ഷേ അറിയില്ല മാർക്കറ്റിൽ എത്രത്തോളം ആൾക്കാർക്ക് ഇപ്പോഴും സിട്രോണിനെ കുറിച്ച് അറിയില്ല, മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. അപ്പോൾ ഡ്രൈവ് ചെയ്ത് നോക്കുക, അതേ എനിക്ക് എപ്പോഴും എടുത്ത് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡ്രൈവ് ചെയ്ത് നോക്കുകയാണ് ഈ ഒരു വാഹനം എങ്ങനെയുണ്ടെന്നുള്ളത്. എന്താ പറയുക, അത്യാവശ്യം നല്ലൊരു കംഫർട്ടുള്ളൊരു ഡ്രൈവും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വാഹനം. ഞാൻ നേരത്തെ ഓടിച്ചിരുന്നതാണ്. മെയിനായിട്ട് ഇതിൻ്റെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സസ്പെൻഷനാണ്. നമ്മളിത് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഫീല് നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ സസ്പെൻഷൻ എങ്ങനെയാണെന്നുള്ളത്. അടിപൊളിയാണ്. നമ്മൾ 3rd ഗിയറിലൊക്കെ പോയിട്ട് വണ്ടി വെറുതെ ഒരു രക്ഷയില്ല. ഞാൻ എപ്പോഴും പറയണ പോലെ എല്ലാവരും ഡ്രൈവ് ചെയ്ത് അതിൻ്റെ ഒരു എന്താ പറയുക ഫീല് മനസ്സിലാക്കിയാൽ സിട്രോൺ ബസാൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാവുള്ളൂ. ബസാൾട്ട് ഡ്രൈവ് എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഒരു പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ്. എന്തുകൊണ്ടാണ് സിട്രോൺ ബസാൾട്ട് ആൾക്കാർ ഇപ്പോഴും ചൂസ് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഈ ബസാൾട്ട് ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്ത് നോക്കിയത്. ഒരു രക്ഷയില്ല. കുറ്റം പറയാനാണെങ്കിൽ കുറ്റം പറയാൻ ആൾക്കാർക്ക് പലതും ഉണ്ടാവും. പക്ഷേ സിട്രോണിൽ ഈ ഒരു ബസാൾട്ട് എന്ന് പറയുന്ന വാഹനം എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു വാഹനം കൂടിയാണ്. അപ്പോൾ നമ്മുടെ സിട്രോണിൻ്റെ ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിട്രോൺ എന്ന് പറയുന്ന വാഹനത്തിന് കിടിലം ഓഫേഴ്സാണ് നമുക്കിപ്പോൾ ഈ ഒരു ഫെബ്രുവരിയിൽ വന്നിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പോലെ മാക്സ് എന്ന് പറഞ്ഞ ടോപ്പ് എൻഡ് വേരിയൻറ്റ് മാനുവലിന് വരുന്നത് 13,40,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഓട്ടോമാറ്റിക് വരുന്നത് നമുക്ക് 14,90,000 രൂപയാണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് വരുന്നത്. 1.2 ലിറ്റർ ടർബോ എഞ്ചിനാണ് നമുക്ക് ഈ ഒരു വാഹനം വരുന്നത്. നമുക്ക് ടോട്ടൽ നമുക്കൊരു ഡിസ്കൗണ്ട് വരുന്നത് 1,70,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന്. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു പറയുന്ന ഈ ഒരു പ്രൈസ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് വരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡ്രൈവ് ചെയ്ത് നോക്കിയാലേ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്പീരിയൻസ് മനസ്സിലാവുള്ളൂ. അതുപോലെ തന്നെ ഈ വാഹനത്തിൽ നമുക്ക് സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നത് ABS, EBD, ESP, ഹിൽ ഹോൾഡ് അസിസ്റ്റൻറ്റ് പോലത്തെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. 6 എയർ ബാഗ്സ് നമുക്കിതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ബസാൾട്ടിൻ്റെ ഒരു നമ്മുടെ എഞ്ചിൻ വരുന്നത്. 1.2 ലിറ്ററിൻ്റെ ടർബോ എഞ്ചിനാണ് വരുന്നത്. 1199 cc ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിൻ വരുന്നത്. അതുപോലെ തന്നെ 109 bhpയിൽ നമുക്ക് 205 Nm ടോർക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ പവർ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സിട്രോൺ ബസാൾട്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഓഫർ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ പറഞ്ഞത്. അത് മാത്രമല്ല നമ്മളൊരു ഡ്രൈവ് എക്സ്പീരിയൻസ് പറയുന്നതാണ്. ഇതിൻ്റെ കംഫർട്ടാണ് ഞാൻ മെയിനായിട്ട് എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ സസ്പെൻഷൻ അതാണ് മെയിനായിട്ട് എടുത്ത് പറയുന്നത്. നമുക്കൊരു ഡ്രൈവ് ചെയ്യുമ്പോൾ സസ്പെൻഷൻ എന്ന് പറഞ്ഞൊരു സംഭവം എപ്പോഴും നമ്മൾ നോക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ ഓരോ കട്ടറിലും നമ്മളൊക്കെ വണ്ടി പോകുമ്പോൾ നമ്മുടെ ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ വരാതിരിക്കാനാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഈ ഒരു വണ്ടിയിൽ നമുക്ക് എത്ര ലോങ് ഡ്രൈവ് പോയാലും ഒരു കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഷോറൂമിൽ വെഹിക്കിൾ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അപ്പോൾ അതാണ് മെയിനായിട്ട് എടുത്ത് പറയേണ്ടത്. അപ്പോൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഒരു പുതിയൊരു എപ്പിസോഡായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ.